In our last class, we have defined the expectation value of position. Expectation x is defined as minus infinity to plus infinity x mod psi square dx. If wave function psi of a particle under study is given, we can find the expectation value using this relation. So expectation value means most probable value of position. ആ particle ആ വേവ് ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ പെർട്ടിക്കുലറിനെ കാണാനുള്ള മോസ്റ്റ് പ്രോബബിൾ പൊസിഷനാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത്. നൗ വി ക്യാൻ ഡിഫൈൻ ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എനി അതർ ക്വാണ്ടിറ്റി സേ ജി ഓഫ് എക്സ് ഇൻ ദിസ് വേ. എക്സ്പെക്റ്റേഷൻ ജി ഓഫ് എക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് മോഡ് സൈ സ്ക്വയർ ഡി എക്സ്. ഫോർ എക്സാമ്പിൾ പൊട്ടൻഷ്യൽ എനർജി വേവ് ഫംഗ്ഷൻ തരികയാണെങ്കിൽ, വേവ് ഫംഗ്ഷൻ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ യു ഓഫ് എക്സ് മോഡ് സൈ സ്ക്വയർ ഡി എക്സ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ പൊസിഷൻ പോലെ തന്നെ ബാക്കി ഫംഗ്ഷൻസിൻ്റെയും എക്സ്പെക്റ്റേഷൻ വാല്യൂ നമുക്ക് ഈ റിലേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ബട്ട് വി കനോട്ട് ഫൈൻഡ് ദി എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം ആൻഡ് എനർജി യൂസിങ് ദിസ് റിലേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൊമെൻറ്റവും എനർജിയും ഈ റിലേഷൻ ഇതുപോലെ, അതായത് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി പി ഓഫ് എക്സ് മോഡ് സൈ സ്ക്വയർ ഡി എക്സ് അല്ലെങ്കിൽ ഇ ഓഫ് എക്സ് മോഡ് സൈ സ്ക്വയർ ഡി എക്സ്, ഇ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എനർജിയും മൊമെൻറ്റവും ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ദി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇറ്റ് സെൽഫ്. ബിക്കോസ് ഹിയർ വി ആർ ഡിഫൈനിങ് എ ഫംഗ്ഷൻ ജി ഓഫ് എക്സ്, അല്ലെങ്കിൽ ഇവിടെ പൊസിഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പൊസിഷൻ എക്സ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദി മൊമെൻറ്റം അറ്റ് എ പോയിൻറ്റ് പി, വി വാണ്ട് ടു ഡിഫൈൻ പി ഓഫ് എക്സ്. സോ ഹൗ ക്യാൻ വി ഡിഫൈൻ പി ഓഫ് എക്സ്? സോ ഡിഫൈനിങ് പി ഓഫ് എക്സ് മീൻസ് വി ആർ സ്പെസിഫൈയിങ് എക്സ്. എക്സ് പറഞ്ഞാലാണ് പി ഓഫ് എക്സ് പറയാൻ പറ്റുള്ളൂ. സോ സ്പെസിഫൈയിങ് എക്സ് മീൻസ് ദി അൺസർട്ടനിറ്റി ഇൻ ദ പൊസിഷൻ ഈസ് സീറോ, ഡെൽറ്റ എക്സ് ഈസ് സീറോ. So we have this uncertainty relation delta x delta p should be greater than or equal to h cut. അപ്പോൾ നമ്മൾ എക്സ് വളരെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് വി കനോട്ട് സ്പെസിഫൈ പി, മൊമെൻറ്റം സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. മൊമെൻറ്റം സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് എനർജിയുടെ കേസിൽ വി ഹാവ് ദിസ് എനർജി ടൈം അൺസർട്ടനിറ്റി റിലേഷൻ. സോ അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എനർജി അറ്റ് എ ടൈം ടി ആണ് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടത്, ഇ ഓഫ് ടി. അപ്പോൾ ടൈം സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ടി സീറോ ആണ്. ഡെൽറ്റ ടി സീറോ ആണെങ്കിൽ ഡെൽറ്റ ഇ ഈസ് നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്, ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ ഇ സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിൽ എനർജിയോ മൊമെൻറ്റോ നമുക്ക് ഈ രീതിയിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ, മോസ്റ്റ് പ്രോബബിൾ എനർജി അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ മൊമെൻറ്റം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ് ഒരു ക്വാണ്ടം സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്കത് കണ്ടുപിടിച്ചേ പറ്റും. അപ്പോൾ എങ്ങനെ കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതുവരെ പറഞ്ഞതിൻ്റെ സമ്മറി. എക്സ്പെക്റ്റേഷൻ ഓഫ് പൊസിഷൻ ഈസ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എക്സ് മോഡ് സൈ സ്ക്വയർ ഡി എക്സ്. വി ക്യാൻ എക്സ്റ്റെൻഡ് ദിസ് റിലേഷൻ ടു ഫൈൻഡ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ടു എനി അതർ ക്വാണ്ടിറ്റി ജി ഓഫ് എക്സ്. So integral minus infinity plus infinity g of x mod psi square dx. But we cannot find expectation of p. അല്ലെങ്കിൽ അൺസർട്ടനിറ്റി റിലേഷൻ വരുന്ന കാനോനിക്കലി കോൺജുഗേറ്റ് ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ കേസിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു വേരിയബിളിന് നമുക്ക് ഇത് ഈ രീതിയിൽ എക്സ്പെക്റ്റേഷൻ കാണാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് നമുക്ക് കാണാമെന്നുള്ളതാണ്. സോ അതിനുവേണ്ടി നമ്മളൊരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഓപ്പറേറ്റേഴ്സ്. So this is a way to find expectation P and expectation E. ഇപ്പോൾ നിങ്ങളുടെ സിലബസിൽ നമുക്ക് എനർജിയും പൊസിഷൻ രണ്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ രണ്ട് അൺസർട്ടനിറ്റി റിലേഷൻസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇത് ബാക്കി അൺസർട്ടനിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ബാക്കി വേരിയബിൾസിനും അപ്ലിക്കബിൾ ആണത്. സോ ഓപ്പറേറ്റേഴ്സ് ഫോം ഫോർ മൊമെൻറ്റം ആൻഡ് എനർജി. സോ എ ക്ലൂ ഈസ് ഗിവൺ ബൈ the free particle wave function itself. The free particle wave function, we know psi is equal to amplitude e raised to minus ih cut et minus px. നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അറൈവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത അതേ വേവ് ഫംഗ്ഷൻ തന്നെയാണിത്. സോ ടേക്കിംഗ് ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ, വി ഗെറ്റ് ഡോ psi by dou x equal to ih cut minus I by h cut. ഇവിടെ മൈനസ് ഉണ്ട്, സോ മൈനസ് മൈനസ് പി, സോ px. സോ then exponential function, so that a exponential function is psi itself. So I by h cut p psi. നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ട അതേ കാര്യം തന്നെയാണ്. ആൻഡ് ടൈം ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ we can see dou psi by dou t is equal to minus I by h cut e psi. So from this I can write
പി സൈ ഇസ് ഈക്വൽ ടു ഈ ഐ ബൈ എച്ച് കട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. സോ എച്ച് കട്ട് ബൈ ഐ ഡോ എക്സ് ഓഫ് സൈ. സിമിലർലി ഇ സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട്. എച്ച് കട്ട് ബൈ ഐ ആണ്. സോ 1 by i is minus 1 by i is I. So I h cut dou by dou t of psi. So these two relations imply P corresponds to P and E corresponds to a differential operator. ഇവിടെ P psi is equal to P യുടെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് I h cut by I dou by dou x എന്നുള്ളൊരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. സോ ഇതിനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇത് സിമിലർലി ഇയുടെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി എന്നാണ് വരുന്നത്. സോ പി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ പി ക്യാപ്പ് എന്ന് എഴുതുന്നത്. പി ക്യാപ്പ് ദ മൊമെന്റം ഓപ്പറേറ്റർ ഈസ് എച്ച് കട്ട് ബൈ ഐ ഡോ ബൈ ഡോ എക്സ്. ആൻഡ് എനർജി ഓപ്പറേറ്റർ ഇ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി. ദറ്റ് ഈസ് ദി എനർജി ഓപ്പറേറ്റർ. സോ വാട്ട് ഈസ് ഓപ്പറേറ്റർ മീൻസ്? Operator tells us what operation to carry on a quantity that follows. സോ ഇവിടെ വരുന്നത് ഈ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈ വേവ് ഫംഗ്ഷനിൽ എന്ത് ഓപ്പറേഷനാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് ഈ ഓപ്പറേറ്റർ തീരുമാനിക്കുന്നത്. പി ക്യാപ്പ് എന്നുള്ള ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? ടേക്കിംഗ് ദി ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ആൻഡ് മൾട്ടിപ്ലൈയിങ് ദിസ് വിത്ത് എച്ച് കട്ട് ബൈ ഐ. ഇനി ഈ ക്യാപ്പ് എന്നുള്ള ഓപ്പറേറ്റർ സൈയിൽ എന്താ ചെയ്യുന്നത്? ദാറ്റ് ആക്ടിങ് ഓൺ സൈ that takes the differential with respect to time and multiply with I h cut. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റേഴ്സിന് ഇറ്റ് സെൽഫ് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. അത് എന്തിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ വേവ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന് മീനിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ടെൽസ് us what operation to carry out on a quantity that it follows. ഈ ഓപ്പറേറ്ററിന് ശേഷം വരുന്നത് അല്ലെങ്കിൽ സൈ എച്ച് ബൈ ഐ ഡോ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും അത് ഓപ്പറേറ്ററാണ്. പക്ഷേ അതിൻ്റെ റൈറ്റ് സൈഡിൽ എന്തെങ്കിലും ഒരു കാര്യം എഴുതുമ്പോൾ മാത്രമാണ് അതിൽ ആ ഒരു ഫംഗ്ഷനിലാണത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റർ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പി ക്യാപ്പ് ആൻഡ് ഇ ക്യാപ്പ് എന്ന് എഴുതുന്നത്. സോ മൊമെൻറ്റത്തിനും എനർജിക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റേഴ്സ് ഈ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ ഇത് ഒരു പുതിയ കാര്യമല്ല. ഈ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുന്നത് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത് ഒരു പുതിയ കാര്യമല്ല. കാരണം we can obtain അല്ലെങ്കിൽ we can arrive again we can arrive Schrodinger equation from this operator equation corresponding to the total energy. We know that total energy E is equal to kinetic energy plus potential energy. അതിൻ്റെ ഓപ്പറേറ്റർ ഫോമിലുള്ള ഇക്വേഷൻ ഏതാണെങ്കിൽ ഇ ക്യാപ്പ് ഓപ്പറേറ്റർ ഇ is equal to kinetic energy operator plus potential energy operator. kinetic energy നമുക്ക് ക്ലാസിക്കൽ kinetic energy is equal to p square by 2m ആണ്. അതിൽ 2m വെറും സ്കാലർ ക്വാണ്ടിറ്റി ആണ്. പി അതിന് നമുക്ക് ഓപ്പറേറ്ററായിട്ട് എഴുതാം പി ക്യാപ് സ്ക്വയർ യു ക്യാപ്. സോ എനർജി ഓപ്പറേറ്റർ നമുക്കറിയാം ഐ എച്ച് കട്ട് ബൈ ഡോ ബൈ ഡോ ടി ഈക്വൽ ടു 1 by 2m p square. p square means p followed by p. Operator p followed by p. So operator p is h by I dou by dou x followed by the same operator പ്ലസ് സൈ. ഇനി ഈ ഓപ്പറേറ്റർ ഇക്വേഷൻ മൾട്ടിപ്ലൈ വിത്ത് ഐഡൻറ്റിറ്റി സൈ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിൽ സൈക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വിൽ ഗെറ്റ് ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. ഇവിടെ ഡോ സൈ ബൈ ഡോ ടി ഈ ടൈമിൽ വരുമ്പോൾ എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ. സോ മൈനസ് എച്ച് കട്ട് സ്ക്വയർ. ഇവിടെ ഒരു 2m ഉണ്ട്. 2m ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ എക്സ്. സോ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ആക്ടിങ് ഓൺ സൈ പ്ലസ് യു സൈ. So this is nothing but the Schrodinger equation. അപ്പോൾ നമ്മൾ ഈ ഓപ്പറേറ്റർ ഫോം അസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് പോസ്റ്റുലേറ്റിംഗ് ഈ മൊമെൻറ്റം എനർജി ഈ രീതിയിൽ ഓപ്പറേറ്റർ പോലെ നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വാലൻ ടു പോസ്റ്റുലേറ്റിംഗ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. സോ ദിസ് ഈസ് നത്തിങ് ന്യൂ. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പോസ്റ്റുലേറ്റ് ചെയ്യുന്നതിന് ഈക്വാലൻ്റ് ആണിത്. Now we can see how to find the expectation value of operator. Momentum ത്തിൻ്റെ expectation value എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? The expectation value of momentum is defined as minus infinity to plus infinity psi star p psi. നേരത്തെ നമ്മൾ ജനറലി ഒരു ഫംഗ്ഷൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് സൈ സ്ക്വയർ മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്നാണ്. പക്ഷേ ഇവിടെ ഓപ്പറേറ്റർ ആകുമ്പോൾ നമ്മളത് ഓപ്പറേറ്റർ എവിടെയെങ്കിലും ആക്ട് ചെയ്യണം, ഒരു വേവ് ഫംഗ്ഷനിൽ ആക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഒരു ഫോമിൽ എഴുതിയിരിക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ ഓപ്പറേറ്റർ പി ആക്ടിങ് ഓൺ സൈ ഡി എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ
P is h cut by I dou by dou x acting on psi dx. So h cut by I is taken outside, psi star dou psi by dou x dx. So this is how we evaluate the expectation value of momentum of a particle represented by the wave functions psi. Similarly, we can define the expectation value of E as IH cut minus infinity plus infinity psi star dou psi by dou t dx, അല്ലെങ്കിൽ ദാറ്റ് എനർജി ഫംഗ്ഷൻ ആക്ടിങ് ഓൺ psi. ഈ രീതിയിലാണ് നമ്മൾ മൊമെൻറ്റം, എനർജി, എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുന്നത്. ഇനി എന്തുകൊണ്ട് നമ്മൾ ഈ നേരത്തെ ചെയ്ത പോലെ ഈ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല? മൊമെൻറ്റം ഏത് ഫംഗ്ഷനും ഇങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ പറഞ്ഞത്, മൊമെൻറ്റവും എനർജിയും പറ്റില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. സോ ഇഫ് യു ഡിഫൈൻ പി ഇൻ ദിസ് വേ, ജി ഓഫ് എക്സിന് പകരം പി സൈ സ്റ്റാർ സൈ ഡി എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ വി ഗെറ്റ് എച്ച് കട്ട് ബൈ ഐ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഡോ ബൈ ഡോ എക്സ് psi star psi. So integral here dx, integral dou by dou x or dx. So integral of derivative is that function itself. So psi star psi between the limit minus infinity plus infinity. ഇത് വാല്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 0 ആണ് കിട്ടുക. ദാറ്റ് ഈസ് മീനിങ്ലെസ് ക്വാണ്ടിറ്റി. Expectation value of momentum cannot be generally that cannot be 0. അപ്പോൾ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്താൽ നമുക്ക് രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന്, നമുക്ക് ഈ ഫംഗ്ഷൻ ഇതുപോലെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇനി ഓപ്പറേറ്റർ ഫോമിലാണെങ്കിൽ പോലും ഈ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം അത് മീനിങ് ഫുൾ ആയിട്ടുള്ള റിസൾട്ട് അല്ല തരുന്നത്. അതുപോലെ തന്നെയാണ് എനർജിയുടെ കേസിൽ നമുക്ക് ഇതുപോലെ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അത് മീനിങ് ഫുൾ ആയിട്ടുള്ള റിസൾട്ട് വരില്ല. സോ ദിസ് ഈസ് ഹൗ ദി എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ദി എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം ആൻഡ് എനർജി ഈസ് കാൽക്കുലേറ്റഡ്. ഇപ്പോൾ പൊസിഷൻ അല്ലെങ്കിൽ ജനറൽ ഒരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ്, നമുക്ക് പൊട്ടൻഷ്യൽ എനർജി പോലുള്ള ഫംഗ്ഷൻസ് നമുക്ക് ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ട് എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണാം. പക്ഷേ മൊമെൻറ്റവും എനർജിയും അൺസർട്ടനിറ്റി റിലേഷൻസ് വരുന്ന ആ പാരാമീറ്റേഴ്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഓപ്പറേറ്റർ ഫോം ഈ രീതിയിലാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ മോസ്റ്റ് പ്രോബബിൾ പൊസിഷൻ, മോസ്റ്റ് പ്രോബബിൾ പൊട്ടൻഷ്യൽ എനർജി, മോസ്റ്റ് പ്രോബബിൾ എനി അതർ ഫംഗ്ഷൻ ഓർ മോസ്റ്റ് പ്രോബബിൾ പൊസിഷൻ ഓർ മോസ്റ്റ് പ്രോബബിൾ എനർജി എക്സെട്ര, എവറിത്തിങ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദി വേവ് ഫംഗ്ഷൻ. So this is a very important concept in quantum mechanics. This is how we extract information once we get the wave function by solving Schrodinger equation.